ഇത് വെച്ച് റീച്ച് ഉണ്ടാക്കിയിട്ട് കാശ് ഉണ്ടാക്കണം എന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടേ ഇല്ല. എനിക്കോ പൊന്നൂസിനോ ഒരു വീഡിയോസ് ഇട്ടിട്ട് ഒരു വിവാദങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാക്കാൻ താല്പര്യമില്ല. മനസ്സിലായോ? അത് കറക്റ്റാ. നമുക്ക് നമ്മളുടെ ഒരു ലൈഫ് വെച്ചിട്ട് ഇതിൽ കണ്ടന്റ് ഉണ്ടാക്കേണ്ട ആവശ്യം എനിക്കില്ല. അയാൾ എന്താണ് കാണിക്കുന്നത്? ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അങ്ങനത്തെ ഒരു നെഗറ്റീവ് കാര്യം പറഞ്ഞിട്ട് ഒരിക്കലും ഞാൻ ചെയ്യുന്നില്ല വീഡിയോ. ഞങ്ങളിപ്പോ എടുത്ത ഈ ഒരു ഡിസിഷന് റോങ് ആണെന്നൊക്കെ പറഞ്ഞ് കുറെ പേര് അതിനെപ്പറ്റി കമന്റ് ചെയ്യുന്നുണ്ട്. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ പൊന്നൂസിന്റെ ഒരു തംബ്ലൈൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ. ഓക്കെ, അത് തെറ്റാണെന്ന് ഞാൻ സമ്മതിക്കണു. പൊന്നൂസ് നല്ലൊരു കുട്ടിയാണ്, ഒരിക്കലും ഞാൻ അവളെ മോശം പറയുന്ന അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഞങ്ങൾ രണ്ടു പേർക്ക് ഒന്നിച്ചു പോകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ വേറെ പിരിയാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് ഇപ്പൊ എന്താ? ഏകദേശം 7 വർഷത്തോളമായി ഞങ്ങൾ കല്യാണം ചെയ്ത് ജീവിക്കണം. അപ്പൊ അതിന്റെ ഇടയിൽ കുറെ അടി, പ്രശ്നങ്ങൾ, വഴക്കുകൾ, ഒരുപാട് എല്ലാവരുടെയും പ്രശ്ന ജീവിതത്തിൽ ഉണ്ടാവണൊക്കെ പോലെ തന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും, ഐ മീൻ ലോക പരാജയം. ഭാര്യ ഭർത്താക്കന്മാരെ തല്ലി, ഭർത്താവ് ഭാര്യ കൊന്നു, ഭാര്യ ഭർത്താവ് വശം കൊടുത്ത ഒരു സംഗതിയിലേക്ക് പോവാതെ ഞാൻ അവൾ പറഞ്ഞ മ്യൂച്വലി എടുത്ത തീരുമാനമാണ്. ഒരിക്കലും അവൾ മോശക്കാരോ അങ്ങനെയൊന്നുമല്ല. അത് അന്ന് എന്റെ തെറ്റുകൊണ്ട് മാത്രം ഞാൻ അന്ന് ഒരു ക്യാപ്ഷൻ ഇട്ടാണ്. ഒരു അവിഹിതം എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാപ്ഷൻ ഇട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എന്റെ പുറത്താണ് ഒരുപാട് കമന്റ്സുകൾ അന്ന് എനിക്കെതിരെ ഭയങ്കരമായിട്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. വെറുതെന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ തലയിടാൻ വരുന്നത്? അപ്പൊ ഞാൻ പറയാണ്, അതെന്റെ ഭാഗത്തുള്ള തെറ്റ് തന്നെയാണ്. പക്ഷെ ഒരിക്കലും നിങ്ങൾ ആരും അവളെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. നടക്കുന്ന കാര്യം വല്ലതും പറയടാ.